ഞാൻ വ്ളോഗ് സൂപ്പർ സ്റ്റാർ ചാച്ചൻ. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇടുക്കിയിലെ കാൽവരി മൗണ്ട് എന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഒരു ഗ്ലാസ് ഹൗസിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇത് ഗ്ലാസ് ഹൗസാണ്. ഗ്ലാസ് ഹൗസിൻ്റെ റൂംസൊക്കെ നല്ല റൂംസാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ കൈവരികളുണ്ടല്ലോ, അതിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കാൽവരി മൗണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലും അത്യാവശ്യം നല്ലതാണ്. അതിനടുത്ത് 1-2 ഹോട്ടൽസൊക്കെ ഉണ്ട്. ചെറിയ റോഡാണിത്. ഇടുക്കിയുടെ കൈവരികളാണ്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന കൈവരികളാണ്. ഇന്ന് ഡിസംബർ 23 ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, കാൽവരി മൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഗീ റിസോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വന്നപാടെ ഫോട്ടോ എടുക്കാനായി മോനും വൈഫും ഒക്കെ ആ കാൽവരി മൗണ്ടിൻ്റെ സൈഡിൽ പോയി നിന്ന് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ആൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. കാൽവരി മൗണ്ടിൻ്റെ നോക്കി നമ്മൾ ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. നമ്മുടെ ഹോട്ടലിന് തൊട്ട് മുമ്പിലാണ് ഈ കാൽവരി മൗണ്ടിൻ്റെ ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന പ്ലേസ്. അപ്പോൾ ഞാനും 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ആണ് എപ്പോഴും യാത്ര ചെയ്യുക. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കാൽവരി മൗണ്ടിൻ്റെ ആ ഒരു പ്രദേശത്ത് ഒരു ഈവനിങ് 4 മണി 4 സമയമാണ് ഈ സമയം. കുറേയധികം ഫോട്ടോസ് എടുത്തു. പിന്നെ പ്രണയാതുരമായിട്ടുള്ളൊരു ഫോട്ടോസ് 1-2 ഫോട്ടോസ് ഞങ്ങളെടുത്തു. സൺസെറ്റ് വന്നു. അതൊക്കെ സൺസെറ്റ് നോക്കി നിൽക്കുന്ന ഭാര്യയും മോനും എല്ലാം ചേർന്ന് സൺസെറ്റിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, നമ്മളുടെ കേരളം എന്ന് പറയുന്നത് തന്നെ മനോഹരമായ പ്ലേസാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ കേരളം ഇത്രയും മനോഹരമായിട്ടുള്ള വേറൊരു സ്ഥലം ഈ ലോകത്തിന് ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ലോകം മുഴുവനൊന്നും യാത്ര ചെയ്തിട്ടില്ല. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു. മച്ച് ബെറ്ററാണ് നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമുക്ക് വേണ്ടതുപോലെ തന്നിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും പ്രകൃതിയുടെ സൗന്ദര്യം ചില പ്രദേശങ്ങളിൽ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ നല്ല പ്ലേസാണ്. എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന പ്രത്യേക എല്ലാ ക്ലൈമറ്റും ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേരളം. അപ്പോൾ കേരളത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയാതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ, നമ്മളിവിടെ കേരളത്തിൽ ജനിച്ചത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ഇത്രയും വൃത്തിയോ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രകൃതി നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവങ്ങൾ വേറെ ഒരു സംസ്ഥാനത്തിനും കൊടുത്തിട്ടില്ല. അതെ, ഞങ്ങൾ താമസിക്കുന്ന ഗീ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്തുള്ളൊരു വ്യൂ ആണിത്. അവരുടെ ലൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു സമയമാണിത്. നല്ല ഹോട്ടലാണ്. ഒരു 6500 ആണ് തോന്നുന്നു പെർ ഡേ അവരുടെ അക്കോമഡേഷൻ റേറ്റ്. രാത്രി സമയത്ത് അവരുടെ ഒരു അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു റീസണബിൾ പ്രൈസ് തന്നെയാണ്. അവരുടെ ഫെസിലിറ്റി നല്ല. അതിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡ് ആണ് അവർക്ക്. അത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഈവനിങ് ടൈമിലെടുത്ത വീഡിയോസാണ്. ഒത്തിരി അതെ, നമ്മൾ ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് നല്ല തണുപ്പ് വന്നു തുടങ്ങി. ഞങ്ങൾ പോയത് ഡിസംബർ സമയത്താണ്. നല്ല തണുപ്പായിരുന്നു. ചില ഫോട്ടോസ് നമ്മളുടെ മനസ്സിൽ നിന്ന് മാറാത്ത തരത്തിലുള്ള ഫോട്ടോസുകളുണ്ടാവും. അത്തരത്തിൽ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളന്ന് അങ്ങനെ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപാടെ അമ്മയും മോനും കൂടെ അവിടുത്തെ വ്യൂ നോക്കിക്കൊണ്ട് കുറേ ഫോട്ടോസ് വീണ്ടും എടുത്തു. നോക്കി കോടമഞ്ഞെല്ലാം നമ്മുടെ മേത്തെല്ലാം വന്ന് തട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോളുടെ കുറേ ഫോട്ടോസ് അവളുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അവളുടെ കുറേ ഫോട്ടോസ് നമ്മളെടുത്തായിരുന്നു. അങ്ങനെ കുറേയധികം ഫോട്ടോസ് അവളുടെ എടുത്തായിരുന്നു. അപ്പം മോൻ്റെയും ചേർത്ത് കുറേയധികം ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കുറേ സ്നാപ്സ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ദിവസം ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയി. വാഗമണ്ണിൽ പോയി കുറേ നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് വൈഫിൻ്റെ ഓരോ ഫോട്ടോസ്, മോളുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ചിലവഴിച്ചു.
നമ്മളുടെ പൈൻമരങ്ങൾ കാണാൻ പറ്റിയ സ്ഥലം വാഗമണ്ണാണ്. വാഗമൺ ഊട്ടിയിലൊക്കെ ഉണ്ട്, പക്ഷേ ഊട്ടിയിൽ ഇത്രയും വൃത്തിയില്ല. വാഗമണ്ണിൽ കുറച്ചുകൂടെ നല്ല വൃത്തിയാണ്. പിന്നെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് പറഞ്ഞ് അദ്ദേഹം കുറേ ഫോട്ടോസ് മോളുടെ എടുത്തു തന്നായിരുന്നു. അത് നല്ല സ്നാപ്സ് ആയിരുന്നു. കുറേ അധികം ഫോട്ടോസ് പുള്ളിക്കാരൻ എടുത്തു തന്നായിരുന്നു. അവളുടെ 7th ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു ഫോട്ടോ നമ്മൾക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തരുകയും ചെയ്തായിരുന്നു. ഒരു ആൽബം പോലെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ പുള്ളി എടുത്ത ഫോട്ടോ മുഴുവൻ നമ്മളുടെ ഫോണിലേക്ക് തന്നായിരുന്നു. മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. മോൾ ഈ ഫോട്ടോസ് ഇപ്പോൾ നോക്കിയിട്ട് ചിരിക്കും. എൻ്റെ മോൾക്ക് ഇച്ചിരി ഡിസബിലിറ്റി ഉള്ള മോളാണ്. ആളുടെ എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവൾ തായ്ലൻഡിലും ദുബായിലൊക്കെ പോയിട്ടുണ്ട് അവളുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. വീണ്ടും കാൽവരി മൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അന്നത്തെ രാത്രി അവിടെ ചിലവഴിച്ചു. നമ്മൾ വന്നപ്പോഴത്തേക്ക് റൂമെല്ലാം വൃത്തിയാക്കി വീണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടയേർഡായിരുന്നു എല്ലാവരും. ഇപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ അവളുടെ കേക്ക് മുറിക്കേണ്ട ദിവസം കൂടിയാണ് വൈകുന്നേരം. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടായി. നമ്മളുടെ അവിടെ തന്നെയുള്ളൊരു മീനു എന്ന് പറയുന്നൊരു കേക്ക് മേക്കറാണ്, പുള്ളിക്കാരിയാണ് കേക്ക് ഉണ്ടാക്കി തന്നത്. നല്ല സൂപ്പർ കേക്കായിരുന്നു, നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ആ കേക്ക് പുള്ളിക്കാരിയാണ് മേക്ക് ചെയ്ത് തന്നെ നല്ല ഭംഗിയായിട്ട് നോക്കിയ മോളുടെ ഞങ്ങളൊന്നും പറഞ്ഞില്ല, പുള്ളിക്കാരി തന്നെ ഒന്ന് മേക്ക് ചെയ്ത് തന്നതാണ്. അങ്ങനെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. മോളുടെ കേക്ക് കട്ടിങ് ആണ്. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹാപ്പിയാണ്. കേക്ക് കട്ടിങ് എല്ലാം അവർ കാൽവരി മൗണ്ടിൻ്റെ ആ ഗ്ലാസ് ഹൗസിൻ്റെ മേളിൽ, അതായത് ഗി റിസോർട്ടിൻ്റെ റൂഫ് ടോപ്പിൽ ഒരു പ്ലേസിൽ അവർ ഒരു ഹാളിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. മോൾ കേക്ക് കട്ട് ചെയ്ത് മോനും വൈഫിനൊക്കെ കൊടുത്ത് എൻജോയ് ചെയ്ത് കേക്ക് കട്ടിങ് സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ മിനുവിന് താങ്ക്സ് പറയണം. മിനു നല്ല നീറ്റായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. മീനു എന്ന് പറയുന്നത് അവിടെ ഈ റിസോർട്ടിൽ പോയാൽ അവരുടെ നമ്പർ കിട്ടും, നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ അവർ ചെയ്തു തരും. പിന്നെ അന്ന് വൈകുന്നേരം നേരെ DJ ആണ്. അപ്പോൾ മോൻ അവിടെ DJ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ റൂഫ് ടോപ്പിൽ ഒരു DJ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ മോളുടെ കേക്ക് കട്ടിങ് ചെയ്ത അതേ പ്ലേസിലാണ്. അവിടെ പോയി DJ ഒക്കെ ചെയ്തിട്ട് പുള്ളി ഹാപ്പിയായിരുന്നു. പുള്ളി തനിച്ചും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പുള്ളി വളരെ ഹാപ്പിയായിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴുള്ള ഒരു കാണുന്ന വ്യൂ ആണ്. നല്ല കോടമഞ്ഞ്, നമ്മുടെ റൂമിലെല്ലാം നിറയെ കോടമഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംബോ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും കടലയും ആ ടൈപ്പ് ഓഫ് ഇതൊക്കെയാണ്, കോൺഫ്ലെക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ഇടുക്കിയിലെ തന്നെ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ചുരുളി എന്ന് പറയുന്നത് അവിടെ ടണലൊക്കെ ഉണ്ട്. നമ്മൾ ആ ടണലിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് കുറേയധികം ഫോട്ടോസ് നമ്മൾ എടുത്തായിരുന്നു, വീഡിയോസ് നമ്മൾ എടുത്തായിരുന്നു. ടീ പ്ലാന്റേഷൻ്റെയും അതുപോലെ തന്നെ കാൽവരി മൗണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കായലും, പക്ഷേ കായലൊന്നും ഇപ്പോൾ കാണുന്നില്ല, കാരണം നല്ലപോലെ ഫോഗ് ഉണ്ടായിരുന്നു. ടീ പ്ലാന്റേഷൻ, നമ്മുടെ റൂംസിൻ്റെ പുറകിൽ ടീ പ്ലാന്റേഷൻ്റെ ചെറിയൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തു. അന്ന് ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണല്ലോ നമ്മൾ ഈ ട്രാവൽ നടത്തുന്നത്. അപ്പോൾ ഹോട്ടലുകാർ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ
ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ടീ പ്ലാന്റേഷൻ്റെ ഫോട്ടോസും അതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ താഴെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ ആ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഫോട്ടോസിന് എടുത്തു. അത് കഴിഞ്ഞ് നേരെ അഞ്ചുരുളി പാലസിലേക്കാണ്, അന്നത്തെ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ടണലൊക്കെ ഉണ്ട്, അവിടത്തേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ പോയപ്പോഴാണ് മനസ്സിലായ ഒരു 2 കിലോമീറ്ററോളം നടക്കണം. ഇച്ചിരി കുന്നും ചെരിവുമൊക്കെയുള്ള സ്ഥലങ്ങൾ പോലെ. മോളെ എടുത്ത് നടന്ന് ഞങ്ങൾ മടുത്തുപോയി. കാരണം മോളുടെ ട്രോളർ അങ്ങോട്ട് പോകില്ലായിരുന്നു. എങ്കിലും പോയി അവിടെ കാണാനായിട്ടൊന്നുമില്ല. പക്ഷേ ടണലിലേക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ടണലിൽ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇടുക്കി ഡാം കാണാനായിട്ട് പോയി. അപ്പോൾ ആ ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അകത്തേക്ക് നമ്മളുടെ ഇടുക്കി ഡാമിലേക്കുള്ള ക്യാമറ അലോ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ആവുകയാണ്. ചെക്കൗട്ടായിട്ട് എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.